ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നവവത്സരാശംസകൾ. ശുഭദിനം. സുസ്വാഗതം. ഹരി ഓം. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്നു മുതൽക്ക് ഒരു പുതിയ യജ്ഞം കൂടെ നമ്മുടെ ഫേസ്ബുക്ക് ലൈവ് പരിപാടികളുടെ കൂട്ടത്തിൽ അവതരിപ്പിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം, അതിൻ്റെ മൂലം 12 സ്കന്ധങ്ങൾ, 335 അധ്യായങ്ങൾ, 18,000 ശ്ലോകങ്ങളുള്ളതായിട്ടുള്ള പ്രത്യക്ഷ കൃഷ്ണരൂപമായിരിക്കുന്ന ഈ ശ്രീമദ് ഭാഗവതത്തെ ഓരോ ദിവസവും ഇന്നു മുതൽ, ഈ ജനുവരി 1, 2021 മുതൽ ഒരു അധ്യായം വീതം വളരെ വൃത്തിയായി പാരായണം ചെയ്ത് പങ്കുവെക്കുകയാണ് എല്ലാവരുമായിട്ട്. അപ്പോൾ ശ്രീമദ് ഭാഗവതം പാരായണം കേൾക്കാൻ താല്പര്യമുള്ളവർക്കും പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അത് ഉപകാരപ്രദമാവട്ടെ എന്നുള്ളതായിട്ടൊരു സങ്കല്പവും, അതോടൊപ്പം നമ്മുടെ ഒരു പുതുവർഷത്തിലെ ഒരു പ്രാർത്ഥനയും, ഈ വർഷം ഇനി വരുന്നതായിട്ടുള്ള ദിവസങ്ങളിൽ കഴിയുന്നതും ഈശ്വരാനുഗ്രഹം കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മുടങ്ങാതെ ഒരു ദിവസം ഒരു അധ്യായം വീതമെങ്കിലും പാരായണം ചെയ്ത് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാൻ. അപ്പം 335 അധ്യായങ്ങൾക്ക് 335 ദിവസം, 6 അധ്യായങ്ങൾ ശ്രീമദ് ഭാഗവത മാഹാത്മ്യം പത്മപുരാണാന്തർഗതം, അങ്ങനെ 335 6ഉം 341 ദിവസം കൊണ്ട് പാരായണം പൂർത്തിയാക്കാൻ ഉള്ളൊരു സങ്കല്പമാണ്. ഇനി എന്തെങ്കിലും കാലാകാലങ്ങളിൽ മാറ്റം വരുത്താനായിക്കൊണ്ട് ഭഗവാൻ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിക്കുകയാണെങ്കിൽ ആ സന്ദർഭങ്ങളിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആരംഭിക്കുകയാണ് ഇന്ന് മുതൽക്ക്. ഇന്ന് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 6 അധ്യായങ്ങളിൽ ആദ്യത്തെ അധ്യായമാണ് ഇന്ന് പാരായണം ചെയ്യുക. അതിനു മുമ്പ് വന്ദന ശ്ലോകങ്ങൾ, ഭാഗവതത്തിലെ വന്ദന ശ്ലോകങ്ങൾ, അത് ഇന്ന് പാരായണം ചെയ്യാം. നാളെ മുതൽക്ക് ആ വന്ദന ശ്ലോകങ്ങളിൽ മുഴുവൻ പാരായണം ചെയ്തില്ലെങ്കിലും കുറച്ചാണെങ്കിലും പാരായണം ചെയ്തിട്ട് അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ചെറിയൊരു പോസ്റ്റായിരിക്കും. ഓരോ ദിവസവും
ഒരു 10 മിനിറ്റിൽ താഴെയുള്ളതായിട്ടുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിലാണ് സമർപ്പിക്കുന്നത്. ഗുരുവായൂരപ്പൻ തന്നെയാണ് സഹസ്ര ശീർഷ പുരുഷൻ, സഹസ്രാക്ഷൻ, സഹസ്രപാദ്. അപ്പോൾ എല്ലാവരുടെയും രൂപത്തിലിരിക്കുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ്. എല്ലാവർക്കുമായിക്കൊണ്ട് സമർപ്പിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രാർത്ഥന: ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ പുതുവർഷം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാ നന്മകളും നിറഞ്ഞതാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ സമർപ്പിക്കുകയാണ്. അപ്പോൾ ആരംഭിക്കുകയാണ്. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം. അത് 1-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം വന്ദന ശ്ലോകങ്ങൾ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃദാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ബാഹുഗാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും
ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭൂതൈർമഹദ്ഭിര്യൈമാ പുരോ വിഭുഃ നിർമായശേതേ യദമുഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃശീഷ്ട ഭഗവാൻ വജാംസി മേ സ്വച്ഛിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി വാദാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം. ഇന്നത്തെ ദിവസം 1-ാം ദിവസമാണ്. ശ്രീമദ് ഭാഗവത മഹാത്മ്യം പത്മപുരാണ അന്തർഗതമായിട്ടുള്ള ആ ഭാഗവത മഹാത്മ്യമാണ് ഇന്നു മുതൽ 6 ദിവസം. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഭാഗവതത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഇവിടെ ശ്രീമദ് ഭാഗവത മഹാത്മ്യം സൂത ശൗനക സംവാദ രൂപത്തിൽ തന്നെയാണ് പത്മപുരാണത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ആദ്യമായിട്ടുള്ള ഈ 1-ാം അധ്യായത്തിൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ ഒരു ദുരവസ്ഥ ഈ കലിയുഗം ആരംഭിക്കുമ്പോൾ വർണ്ണിക്കുകയാണ്. ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ ദുരവസ്ഥ കണ്ട് നാരദ മഹർഷി ഇവരെ 3 പേരെയും ഉദ്ധരിക്കുവാനായിക്കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് അന്വേഷിച്ച് അദ്ദേഹം ബദരീനാഥത്തിലെത്തുകയും അവിടെ സനകാദി ഋഷീശ്വരന്മാരെ കണ്ടുമുട്ടുകയും അവിടുന്ന് സനത്കുമാര മഹർഷിയുടെ ഉപദേശപ്രകാരം ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ പോഷണത്തിനായിക്കൊണ്ട് ശ്രീമദ് ഭാഗവതം എന്നുള്ള ആ പുരാണത്തെ സപ്താഹ രൂപത്തിൽ അവതരിപ്പിക്കുവാനുള്ള ആ നിർദ്ദേശം ലഭിക്കുവാനായിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സനകാദികളുമായിട്ടുള്ള സമാഗമമാണ് ഈ ഭാഗവത മഹാത്മ്യത്തിലെ 1-ാം അധ്യായത്തിലെ വിഷയം. നമുക്ക് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ പത്മപുരാണാന്തർഗതം ശ്രീമദ് ഭാഗവത മഹാത്മ്യം. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ,
കൃഷ്ണം വന്ദേ പ്രദാസുതം. അഥ പ്രഥമോധ്യായഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നൈമിഷേ സൂതമാസീനം അഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദകുശല ശൗനകോ ബ്രവീത്. ശൗനക ഉവാച അജ്ഞാനദ്വാന്തവിദ്വംസകോടിസൂര്യസമപ്രഭ സൂതാഖ്യാഹി കഥാസാരം മമ കർണരസായനം. ഭക്തിജ്ഞാനവിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ മായാമോഹനിരാസശ്ച വൈഷ്ണവൈഃ ക്രിയതേ കഥം. ഇഹ ഘോരേ കലൗ പ്രായോ ജീവശ്ചാസുരതാം ഗതഃ ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം. ശ്രേയസാം യദ്ഭവേത് ശ്രേയഃ പാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വത സാധനം തദ്വദാധുനാ. ചിന്താമണിർലോകസുഖം സുരദ്രുസ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുഃ പ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. സൂത ഉവാച പ്രീതിഃ ശൗനകചിത്തേ തേ ഹ്യതോ വച്മി വിചാര്യ ച സർവസിദ്ധാന്തനിഷ്പന്നം സംസാരഭയനാശനം. ഭക്ത്യോഘവർദ്ധനം യച്ഛ കൃഷ്ണസന്തോഷഹേതുകം തദഹം തേ വിധാസ്യാമി സാവധാനതയാ ശൃണു. കാലവ്യാളമുഖഗ്രാസത്രാസനിർനാശഹേതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം. ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധ്യൈ ന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തദാ ഭാഗവതം ലഭേത്. പരീക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേ ശുകേ സുധാകുംഭം ഗൃഹീത്വൈവ ദേവാസ്തത്ര സമാഗമൻ. ശുകം നത്വാ വദൻ സർവേ സ്വകാര്യകുശലാസുരാഃ കഥാ സുധാം പ്രയച്ഛസ്വ ഗൃഹീത്വൈവ സുധാമിമാം. ഏവം വിനിമയേ ജാതേ സുധാ രാജ്ഞാ പ്രപീയതാം പ്രപാസ്യാമോ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം. ക്വ സുധാ ക്വ കഥാ ലോകേ ക്വ കാജഃ ക്വ മണിർമഹാൻ ബ്രഹ്മരാഗോ വിചാര്യൈവം തദാ ദേവാൻ ജഹാസഃ. അഭക്താന്താംശ്ച വിജ്ഞായ ന ദദൗ സ കഥാമൃതം ശ്രീമദ്ഭാഗവതീ വാർത്ത സുരാണാമപി ദുർലഭാ. രാജ്ഞോ മോക്ഷം തദാ വീക്ഷ്യ പുരാ ധാതാപി വിസ്മിതഃ സത്യലോകേ തുലാം ബദ്ധ്വാ തോലയത് സാധനാന്യജഃ. ലഘൂന്യന്യാനി ജാതാനി ഗൗരവേണ ഇദം മഹത് തദാ ഋഷിഗണാ സർവേ വിസ്മയം പരമം യയുഃ. മേനിരേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം കലൗ പഠനാത് ശ്രവണാത് സദ്യോ വൈകുണ്ഠഫലദായകം. സപ്താഹേന ശ്രുതം ചൈതത് സർവദാ മുക്തിദായകം. സനകാദ്യൈഃ പുരാ പ്രോക്തം നാരദായ ദയാപരൈഃ. യദ്യപി ബ്രഹ്മസംബന്ധാത്
श्रुतमेतत् सुरर्षिणा सप्ताहश्रवणविधिः कुमारैस्तस्य भाषितः। शौनक उवाच लोकविग्रहमुक्तस्य नारदस्यास्तिरस्य च विधिस्रवे कुतः प्रीतिः संयोगः कुततैः सह। विधिस्रवे कुतः प्रीतिः संयोगः कुत्र तैः सह। सूत उवाच अत्र ते कीर्तयिष्यामि शक्तियुक्तं कथानकम् शुकेन मम यत्प्रोक्तं रहस्यिष्यं विचार्य च। एकदा हि विशालायां चत्वार ऋषयो मलाः सत्सङ्गार्थं समायाता ददृशुस्तत्र नारदं। कुमारावूचुः कथं ब्रह्मन् दीनमुगः कुतश्चिन्तातुरो भवान् त्वरितं गम्यते कुत्र कुतश्चागमनं तव। इदानीं शून्यचित्तोऽसि गतवित्तो यदा जनः तवेदं मुक्तसङ्गस्य नोचितं वद कारणम्। नारद उवाच अहं तु पृथिवीं यातो ज्ञात्वा सर्वोत्तमामिति पुष्करं च प्रयागं च काशीं गोदावरीं तदा हरिक्षेत्रं कुरुक्षेत्रं श्रीरङ्गं सेतुबन्धनम् एवमादिषु तीर्थेषु भ्रममाण इतस्ततः नापश्यं कुत्रचित् शर्म मनसन्तोषकारकं कलिना धर्ममित्रेण धरेयं बाधितादुना। सत्यं नास्ति तपः शौचं दयादानं न विद्यते उदरं परिणो जीवाः वरागाकूटभाषिणः। मन्दासु मन्दमतयो मन्दभाग्या ह्युपद्रुताः पागण्डनिरताः सन्तो विरक्ता सपरिग्रहाः। तरुणी प्रबुधा गेहे श्यालको बुद्धिदायकः कन्या विक्रयिणो लोभाद् दम्पतीनां च कल्कनम्। आश्रमाय वनैरुद्धाः तीर्थानि सरितस्तदा देवतायतनान्यत्र दुष्टैर्नष्टानि भूरिशः। न योगी नैव सिद्धो वा न ज्ञानी सत्क्रियो नरः कलिदावानलेनाद्य साधनं भस्मतां गतम्। अट्टशूला जनपदाः शिवशूलादिजातयः कामिन्यः केशशूलिन्यः सम्भवन्ति कलाविह। एवं पश्यन् कलेर्दोषान् पर्यटन्नवनीमहं यामुनं तडमापन्नो यत्र लीला हरेरभूत्। तत्राश्चर्यं मया दृष्टं श्रूयतां तन्मुनीश्वराः। एका तु तरुणी तत्र निषण्णा खिन्नमानसा वृद्धौ द्वौ पतितौ पार्श्वे निःश्वसन्तौ अचेतनौ शुश्रूषन्ति प्रबोधन्ति रुदति च तयोः पुरः। दश दिक्षु निरीक्ष्यन्ति रक्षितारं निजं वपुः विज्यमाना शतस्त्रीभिः बोध्यमाना मुहुर्मुहुः। दृष्ट्वा दूराद्गतः सोऽहं कौतुकेन तदन्दिगं मां दृष्ट्वा चोत्थिता बाला विह्वला च ब्रवीद्वचः। बालोवाच भो भो साधो क्षणं तिष्ठ मच्चिन्तामपि नाशय दर्शनं तव लोकस्य सर्वदागहरं परम्। बहुधा तव वाक्येन दुःखशान्तिर्भविष्यति यदा भाग्यं भवेत् भूरि भवतो दर्शनं तदा। नारद उवाच कासि त्वं का विमौचेमा नार्यः का पद्मलोचनाः वद देवि सविस्तारं स्वस्य दुःखस्य कारणम्। बालोवाच अहं भक्तिरिधिख्याता इमौ मे तनयौ मतौ ज्ञानवैराग्यनामानौ कालयोगेन जर्जरौ।
गङ्गाद्या सरिदश्चेमा मत्सेवार्तं समागताः तदापि न च मे श्रेयः सेवितायाः सुरैरपि इदानीं शृणु मद्वार्तां सचित्तस्त्वं तपोधन वार्ता मे वितताप्यस्ति तां श्रुत्वा सुगमावहम् उत्पन्ना द्रविडे साहं वृद्धिं कर्णाटके गदा क्वचित् क्वचित् महाराष्ट्रे गुर्जरे जीर्णदां गदाम् तत्र घोरकलेर्योगाद् पागण्डै गण्डिताङ्गदा दुर्बलाहं चिरं यादा पुत्राभ्यां सह मन्ददाम् वृन्दावनं पुनः प्राप्य नवीनेव स्वरूपिणी जादाहं युवती सम्यक् प्रेष्ठरूपा तु सम्रदम् इमौ तु शैदौ अत्र सुतौ मे क्लिश्यतश्रमात् इदं स्थानं परित्यज्य विदेशं गम्यते मया जरडत्वं समायादौ तेन दुःखेन दुःखिता साहं तु तरुणी कस्मात् सुतौ वृद्धा विमौ कुतः त्रयाणां सहचारित्वाद् वैपरीत्यं कुतस्थितं गडते जरडा माता तरुणौ तनयाविति अतः शोचामि चात्मानं विस्मयाविष्टमानसा वद योगनिधे धीमन् कारणं चात्र किं भवेत् नारद उवाच ज्ञानेनात्मनि पश्यामि सर्वमेतत्तवानघे न विषादस्त्वया कार्यो हरिश्यं ते करिष्यति सूत उवाच क्षणमात्रेण तज्ञात्वा वाक्यमुचे मुनीश्वरः नारद उवाच शृणुष्वावहिता बाले युगोऽयं दारुणः कलिः तेन लुप्तः सदाचारो योगमार्गस्तपांसि च जना अद्यासुरायन्ते शाट्यदुष्कर्मकारिणः इह सन्तो विषीदन्ति प्रहृष्यन्ति ह्यसाधवः दत्ते धैर्यं तु यो धीमान् स धीरः पण्डितोऽथवा अस्पृश्यानवलोक्येयं शेषभारकरीधरा वर्षे वर्षे क्रमाज्जादा मङ्गलं नाभिदृश्यते न त्वामपि सुतैः साकं कोऽपि पश्यति साम्प्रतम् उपेक्षितानुरागान्दैः जर्जरत्वेन संस्थिता वृन्दावनस्य संयोगाद् पुनस्त्वं तरुणी नवा धन्यं वृन्दावनं तेन भक्तिर्नृत्यति यत्र च अत्रेमौ ग्राहकाभावाद् न जरामपि मुञ्चतः किञ्चिदात्मसुखेनेह प्रसुप्तिर्मन्यते नयोः भक्तिरुवाच कथं परीक्षिता राज्ञा स्थापितो ह्यशुचिः कलिः प्रवृत्ते तु कलौ सर्वसारः पुत्रगतो महान् करुणापरेण हरिणापि अधर्मः कथमीक्ष्यते इमं मे संशयं छिन्ति त्वद्वाचा सुखितास्म्यहम् नारद उवाच यदि पृष्टस्त्वया बाले प्रेमदः श्रवणं कुरु सर्वं वक्ष्यामि ते भद्रे कस्मलं ते गमिष्यति यदा मुकुन्दो भगवान् क्ष्मां त्यक्त्वा स्वपदं गतः तद्दिनात् कलिरायातः सर्वसाधनबाधकः दृष्टो दिग्विजये राज्ञा दीनवत्शरणं गतः न मया मारणीयोऽयं सारङ्गैव सारभुक् यद्बलं नास्ति तपसा न योगेन समाधिना तद्बलं लभते सम्यक् कलौ केशवकीर्तनात् एकागारं कलिं दृष्ट्वा सारवत्सारनीरसं विष्णुराधस्थापितवान् कलिजानां सुखाय च कुकर्माचरणात् सारः सर्वतो निर्गतोऽधुना पदार्था संस्थिता भूमौ बीजहीनास्तुषायदा विप्रैर्भागवती वार्ता गेहे गेहे जने जने कारिता कणलोभेन कदा सारस्ततो गतः
അത്യുഗ്രഭൂരി കർമാണോ നാസ്തികാ രൗരവാചനാഃ തേപി തിഷ്ഠന്തി തീർത്ഥേഷു തീർത്ഥസാരസ്തതോ ഗതഃ കാമക്രോധമഹാലോഭ തൃഷ്ണാ വ്യാകുലചേതസഃ തേപി തിഷ്ഠന്തി തപസി തപസ്സാരസ്തതോ ഗതഃ മനസശ്ചാജയാദ് ലോഭാദ് ഗംഭാദ് പാഖണ്ഡ സംശ്രയാദ് ശാസ്ത്രാനഭ്യസനാച്ഛൈവ ധ്യാനയോഗബലം ഗതം പണ്ഡിതാസ്തു കളത്രേണ രമന്തെ മഹിഷാ ഇവ പുത്രസ്യോൽപാദനേ ദക്ഷ അദക്ഷാ മുക്തി സാധനേ നഹി വൈഷ്ണവദാ കുത്ര സമ്പ്രദായ പുരസ്സരാ ഏവം പ്രളയദാം പ്രാപ്തോ വസ്തുസാരസ്ഥലേ സ്ഥലേ അയം തു യുഗധർമ്മോ ഹി വർത്തതേ കസ്യ ദൂഷണം അതസ്തു പുണ്ഡരീകാക്ഷഃ സഹദേ നികടേ സ്ഥിതഃ. സൂത ഉവാച ഇതി തദ്വചനം ശ്രുത്വാ വിസ്മയം പരമം ഗതാ ഭക്തിരൂചേ വചോ ഭൂയഃ ശ്രൂയതാം തച്ച ശൗനക. ഭക്തിരുവാച സുരർഷേ ത്വം ഹി ധന്യോസി മദ്ഭാഗ്യേന സമാഗതഃ സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. ജയതി ജഗതി മായാം യസ്യ കായാദവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ. ധ്രുവപദമപി യാദോ യത്കൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. ഇതി ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവത മാഹാത്മ്യേ ഭക്തിനാരദ സമാഗമോ നാമ പ്രഥമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഇന്ന് ഇത്രയും മതി. ഓരോ ദിവസവും ഓരോ അധ്യായം വീതം നമുക്ക് തുടരാം. ഹരി ഓം. എല്ലാവർക്കും നവവത്സരാശംസകൾ, ശുഭദിനാശംസകൾ. ഹരി ഓം. ഹരി ഓം.